നമസ്കാരം. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബിലാസ്പൂർ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഞങ്ങളിപ്പം ആന്ധ്രാപ്രദേശിലെ റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം രാവിലെ 7:25. നമ്മുടെ വണ്ടി ഓൺ ടൈം ആയിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പാട്ട് ഞങ്ങൾ ബിലാസ്പൂരിൽ നിന്ന് തെലുങ്കാനയിലെ വറങ്കൽ വരെയാണ് എന്നൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ആ വീഡിയോയിൽ മുഴുവൻ സ്റ്റേഷനുകൾ നമ്മൾ കാണിച്ചു. ആ വറങ്കൽ സ്റ്റേഷൻ കഴിഞ്ഞ ശേഷം വിജയവാഡയാണ് സ്റ്റേഷൻ വന്നത്. രാത്രി 1:50. ഇപ്പോഴാണ് അടുത്ത സ്റ്റോപ്പായ നമ്മുടെ റേണിഗുണ്ട എത്തിയത്. അതിനിടയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒന്നാമത്തെ പാട്ടിലും രണ്ടാമത്തെ പാട്ടിലും മിസ് ചെയ്യുന്നത് വിജയവാഡ ആയിരിക്കും. അതെ, റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. നിങ്ങൾക്ക് തിരുപ്പതിയിലേക്കൊക്കെ പോകണമെങ്കിൽ എറണാകുളത്ത് നിന്ന് കയറി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുവാണെങ്കിൽ ഈ ഒരു ട്രെയിൻ കയറി ഇവിടെ ഇറങ്ങാം. ഇവിടെ നിന്ന് പിന്നെ തിരുപ്പതി ഭാഗത്തേക്ക് പോകാം. ഇവിടുന്ന് 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇത് 3-ലാണ് നമ്മുടെ ട്രെയിൻ വന്നിട്ടുള്ളത്. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പറൊക്കെ വരുന്നത് 22-815. ഇതാണ് അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. ഇവിടെ ടോട്ടൽ ഇപ്പം മഴയും കൂടി ഉണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S1 ആണ്. ഈ ഒരു കോച്ചിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. బిలాస్పూర్ జంక్షన్ ఎర్నాకుళం జంక్షన్ సూపర్ ఫాస్ట్ ఎక్స్ప్రెస్ వయా సేలం ఈరోడ్ కోయంబత్తూర్ పాల్ఘాట్ 3 నంబరు ప్లాట్ఫామ్ పై ఉన్నది. యాత్రిగण कृपया ध्यान दें. गाड़ी संख्या 22815 బిలాస్పూర్ జంక్షన్ ఎర్నాకుళం జంక్షన్ సూపర్ ఫాస్ట్ ఎక్స్ప్రెస్ వయా సేలం ఈరోడ్ కోయంబత్తూర్ పాల్ఘాట్ प्लेटफॉर्म क्रमांक 3 पर खड़ी है. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഒക്കെ വരുന്നത് WP7 ആണ്. ടാറ്റാ നഗർ ലോക്കോമോട്ടീവ് ഷെഡിന്റെ കീഴിലുള്ള ലോക്കോമോട്ടീവ് ആണിത്. അതുപോലെ ഇവിടെ ഇതാ ബിലാസ്പൂർ എറണാകുളം എന്നൊക്കെ ഇതിനുള്ള ഒരു ബോർഡൊക്കെ. ഇനി ഇതിന്റെ ഈ ഒരു കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് ടോട്ടല് അനൗൺസ്മെന്റ് കാരണം പറയാൻ പറ്റില്ല. ഇതൊന്ന് കഴിയട്ടെ. ഇവിടെയൊക്കെ ഇതിന്റെ അൺറിസർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. ഇതിന് ടോട്ടല് 3 അൺറിസർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. അത് 3 ഫ്രണ്ടിൽ തന്നെയാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പറിലേക്ക് വരുമ്പോൾ 5 സ്ലീപ്പർ ക്ലാസ്. ഇതിന് തേർഡ് AC എക്കണോമി ആയിട്ടുള്ളത് ഒരെണ്ണമാണ്. 8 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ചുകളുടെ ഒരു കണക്ക് വരുന്നത്. ഇനി നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ വെറും 3 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് തന്നെ ഡയറക്റ്റ് പോവാം. 7:33 റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ തിരുപ്പതിയിലേക്ക് പോകാൻ ബസ്സൊക്കെ കിട്ടും. തിരുപ്പതിയിൽ നിന്ന് ഇങ്ങോട്ടും കിട്ടും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കാട്ട്പാടിയാണ്, തമിഴ്നാട്ടിൽ. തെലുങ്ക് അനൗൺസ്മെന്റ് ഒക്കെ നല്ല രസമാണ്. റേണിഗുണ്ട ജംഗ്ഷൻ. നമ്മുടെ കേരള എക്സ്പ്രസും ഹിംസാഗർ എക്സ്പ്രസ് ഒക്കെ റേണിഗുണ്ടയിൽ നേരെ തിരുപ്പതി, ചിറ്റൂര് അങ്ങനെയാണ് വരുന്നത്. ഇതാണ് നേരെ തിരുപ്പതിയിലേക്കുള്ള ഒരു റൂട്ട്. ഇനിയിപ്പോൾ നല്ല മലനിരകളൊക്കെ കാണും. നമ്മുടെ ലോക്കോമോട്ടീവൊക്കെ അങ്ങനെ നല്ല രീതിയിൽ കാണാം. പാമ്പിനെ പോലെയാണ് ട്രെയിൻ പോകുന്നത് കണ്ട. ഇവിടെ കാണുന്ന ഈ മലനിരകളാണ് നമ്മുടെ സപ്തഗിരി മലനിരകൾ. ഇവിടെ തിരുമല ക്ഷേത്രമൊക്കെ ആ ഒരു മലയുടെ ആ ഒരു ഭാഗത്താണ് ഉള്ളത്. ട്രെയിൻ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അറക്കോണം ഭാഗത്തെത്തുന്നതിന് മുന്നേ തന്നെ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. നമ്മളിനിപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് ചെന്നൈ കോയമ്പത്തൂർ റൂട്ടിലോട്ട് കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ തന്നെ നമ്മുടെ ലോക്കോമോട്ടീവ് നല്ല രീതിയിൽ തന്നെ കാണാം. ഒരു 10 മിനിറ്റിന് മുകളിലായി ഇപ്പോൾ ഇവിടെ ട്രെയിൻ നിൽക്കാൻ തുടങ്ങിയിട്ട്. വണ്ടി എടുത്ത് ഇവിടുന്ന്
നിലവിൽ ഇന്ത്യയിലെ ഇത് ഏറ്റവും പവർഫുൾ ലോക്കോ WAG-12. കരുത്തിന്റെ കാര്യത്തിൽ ഇവനെ വെല്ലാൻ വേറെ ആരുണ്ടടാ? നമ്മളാ ഒരു ചെന്നൈയിൽ നിന്ന് വരുന്ന ആ ഒരു ലൈനിലേക്ക് കയറിയിരിക്കുകയാണ്. സമയം 9:52. കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വേറൊരു ലൈൻ പോകുന്ന കാണുന്നില്ല, അങ്ങതിലൂടെ. അത് ചിറ്റൂർ തിരുപ്പതി ഹിമസാഗർ എക്സ്പ്രസ് ഒക്കെ ആ ഒരു വഴിയാ പോവുക, കേരള അതൊക്കെ. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ. കാട്ട്പാടിയിൽ നമ്മുടെ ട്രെയിൻ 5 മിനിറ്റ് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഇവിടുന്ന് കഴിക്കേണ്ട ഫുഡ് വാങ്ങിക്കാം, ഇഡ്ഡലിയോടെ വാങ്ങിക്കാം. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, ഇതാ ഇവിടുന്ന് വാങ്ങിക്കാം. ഞങ്ങൾ ഇവിടുന്ന് 2 സെറ്റ് ഇഡ്ഡലിയോടെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ട്രെയിനിൻ്റെ അകത്ത് കയറി കഴിക്കാം. വണ്ടി ഏകദേശം കാലിയാവാനായിട്ടാണ്, കാരണം ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. ഇഡ്ഡലി വട ഇനിയിപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഈ ഒരു സെറ്റിനായത് 50 രൂപയാണ്, രണ്ടിനും കൂടി 100 ആയി. 3 ഇഡ്ഡലിയും ഉണ്ട്, ഒരു വടയും ഉണ്ട്, ചട്നിയുണ്ട്, സാമ്പാറും ഉണ്ട്. അപ്പോൾ രാവിലെ ഇത് കഴിക്കാം. പിന്നെ നമുക്കിനിപ്പോൾ ഒരു ഈ റോഡ് സേലൊക്കെ എത്താനാകുമ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് വാങ്ങിക്കാം. കുഴപ്പമില്ല, 3 ഇഡ്ഡലി ഉണ്ട്. ചില സ്ഥലത്തേക്ക് വാങ്ങിച്ചാണ്ടല്ലോ 2 ഇഡ്ഡലിയേ കാണുന്നുള്ളൂ. ട്രെയിൻ ഇപ്പം 120 km/h സ്പീഡിലാണ് പോകുന്നത്. ഇപ്പം നമ്മളൊരു ട്രെയിനെ കാണും, മൈസൂരു MGR ചെന്നൈ സെൻട്രൽ വന്ദേ ഭാരത്. അതിപ്പോൾ ഇവിടെ വരും. ഈ 120 km/h സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡോറ് തുറക്കാൻ പറ്റില്ല. അത് പോയി മിന്നായം പോലെ. സമയം 11:15. ജോളാർപേട്ടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോളാർപേട്ടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ബിലാസ്പൂർ ജംഗ്ഷൻ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വഴി സേലം ഈറോഡ് കോയമ്പത്തൂർ ഇന്നും ചില ഇവിടെ SMVT ബംഗളൂരു ഹട്ടിയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിനിൽ 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ഒരു ജോളാർപേട്ടെ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ഒരു വലിയൊരു കാഴ്ച കാണുന്നത് ഈ ഒരു മലനിരകൾ തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും പോകുമ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബിലാസ്പൂരിന് എറണാകുളത്തേക്ക് 36 മണിക്കൂറാണ് ഈ ട്രെയിൻ ഓടിയെത്തുന്ന ഒരു സമയം വരുന്നത്. അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസിന്റെ ചാർജ് വരുന്നത് 820 രൂപയാണ്. നമുക്ക് സ്ലീപ്പറിലാണല്ലോ യാത്ര ചെയ്യുന്നത്. അതിന്റെ കണ്ടീഷനെ കുറിച്ച് മനുവിന്റെ അഭിപ്രായം എന്താണ്? കഴിഞ്ഞ ദിവസം കുറച്ച് ഭാഗം വരെ ഒരു അൺറിസർവ്ഡ് ടിക്കറ്റ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇന്നും ഒരു പ്രശ്നമില്ല. അതായത് ഒന്നാം ദിവസം നാഗ്പൂർ വരെ കുറച്ച് ജനറൽ ടിക്കറ്റ് പോലൊക്കെ ഡോറിന്റെ ഭാഗത്തൊക്കെ വന്ന് നിൽക്കും. അതുപോലെ തന്നെ രാത്രി വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റൊക്കെ കയറുന്നതെന്ന് വെച്ചാൽ മറ്റ് നമ്മളെ അതിലെ പാസഞ്ചേഴ്സിന് ഒരു ബുദ്ധിമുട്ടും അവരുണ്ടാക്കുന്നില്ല. അതായത് ഗ്യാങ് ആയിട്ട് വരുന്നവരുണ്ടാവില്ല. ഒരു 6-7 പേരൊക്കെ ബുക്ക് ചെയ്യുമ്പം അതിലൊരു 3 പേർക്ക് കൺഫേം ആവും, ഒരു 4 പേർക്ക് വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അപ്പർ ബർത്തിന്റെ ഒക്കെ മേലെ ഉണ്ടാവും. അതെ, അങ്ങനെ പോകുന്നതല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ കയറുന്നതിന് മുന്നേ പ്രതീക്ഷ പോയി, കാരണം നല്ല വെയിറ്റ് ലിസ്റ്റ് ഉണ്ടായത്. പക്ഷെ കുഴപ്പമില്ല, മലയാളീസ് ഒക്കെ ഉണ്ട് കേട്ടോ സ്ലീപ്പറിൽ. അതുപോലെ തന്നെ 2ാം ദിവസം ഒരു വിഷയമില്ല. ഇനിയിപ്പം ആൾക്കാരൊക്കെ കാട്ട്പാടിനൊക്കെ ഒരുപാട് പേര് ഇറങ്ങി. നമ്മുടെ കോ പാസഞ്ചർ മലയാളിയാണ്, അപ്പൊ നല്ല പരിചയപ്പെട്ട എന്താ പറയാ അല്ലേ, ആ ചേട്ടനൊക്കെ വീട്ടിൽ കാണാൻ. എന്തായാലും ജോളാർപേട്ടെ റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈ ഒരു മലനിര കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് സേലത്താണ്. ജോളാർപേട്ടെ ടൗൺ ഭാഗമൊക്കെ അങ്ങോട്ടാണുള്ളത്. ആരോ ഒരാൾ ചെയിൻ വിളിച്ചു. ഇനിയിപ്പോൾ ഒരു 3 ഹോൺ അടിക്കും. ആ പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു. ഇത് RPF ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തോ സീനായി തോന്നുന്നു.
നേരത്തെ RPF ഒക്കെ പോകുന്നുണ്ടായില്ലേ, അത് AC-ൻ്റെ ഭാഗത്ത് നിന്ന് ആരോ ചെയ്യിപ്പിച്ചാണ്. അതപ്പം തന്നെ ക്ലിയർ ആക്കി വണ്ടി എടുത്തു. ഇനി സേലത്തേക്ക് ഒരു 100 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്യാനുണ്ട്. ഒരു 1.5 മണിക്കൂർ എന്തായാലും സമയം എടുക്കും. പിന്നെ ഈ ഒരു ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിപ്പോൾ കയറിയ സമയത്ത് തന്നെ, അതായത് ബിലാസ്പൂരിൽ നിന്ന് കയറിയ സമയത്ത് നല്ല ചൂടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വരുന്തോറും നമ്മുടെ കേരളം ഈ തമിഴ്നാട് ഭാഗത്ത് എത്തുന്തോറും ചൂട് മാറി തുടങ്ങി. കാരണം ഇവിടെ മൺസൂണാണല്ലോ ഓൾറെഡി നമ്മുടെ കേരളം ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടെ ഓൾറെഡി ചെറിയ രീതിയിലൊക്കെ നമ്മൾ രാവിലെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിൽ ചാറ്റ് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ ഈ ഫാൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ട്രെയിൻ ഇപ്പം സേലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഒരു ലൈൻ വരുന്നതാണെന്നില്ലേ, ഇത് നേരെ മേട്ടൂർ ഡാമിലേക്ക് പോകുന്ന റൂട്ടാണ്. അടിപൊളി റൂട്ടായത്. സേലം ജംഗ്ഷൻ. സമയം 1:05. സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. നാലാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. നമുക്ക് ഇവിടുന്ന് ബിരിയാണി വാങ്ങിക്കാം. ഉച്ചയ്ക്ക് കഴിക്കേണ്ട 2 ചിക്കൻ ബിരിയാണി. ഉച്ചയ്ക്ക് കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയിൽ ഒരു അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറാണ്. അതുപോലെ തന്നെ ഒരു സ്പൂണും കൂടി ഉണ്ട്. ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ ഒന്നും സ്പൂണും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഇങ്ങോട്ട് തന്നെ മാറ്റി വെക്കാം. ചിക്കൻ ഇങ്ങനെയാണ്, ഫ്രൈ ടൈപ്പിലാണ് ചിക്കൻ വരുന്നത്. പിന്നെ റൈസ് എന്ന് പറയുമ്പോൾ കുറച്ച് മഞ്ഞ കളറിലാണ് ഇത് വരുന്നത്. അതുപോലെ ഈ ഒരു ബിരിയാണിയിൽ മസാലയൊന്നുമില്ല, ഈ ഒരു പ്ലെയിൻ റൈസ് തന്നെയാണുള്ളത്. ഈ ഒരു ബിരിയാണിക്ക് ഒരെണ്ണത്തിനായിട്ട് 100 രൂപയാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ കാവേരി റിവറാണിത്. നല്ല കാറ്റുണ്ട് ഇവിടെ. കർണാടകയിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിവറാണിത്. നമ്മൾ ഈ ഒരു അടുത്തായിട്ട് അവിടെ പോയതേ ഉള്ളൂ. കാവേരിയിലൊക്കെ നല്ല വെള്ളമാണ്. ഇതൊക്കെ പണിയുന്നൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കാവേരി നദിയും കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് പോയാൽ ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇത് കുറച്ച് മുന്നേ വരണമായിരുന്നു. സമയം ഇപ്പോൾ 2:14. ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ഉണ്ട് 3-ൽ. ഈറോഡ് ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ടാറ്റാനഗർ. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്സും ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസ്സും നേർക്ക് നേർ 2 വണ്ടി. ഇവിടെ നമ്മുടെ ട്രെയിനിൽ 10 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. അതുപോലെ തന്നെ നമ്മൾ അങ്ങ് മുതൽ തന്നെ നമ്മുടെ ഒരു ചേട്ടൻ നമ്മുടെ തൊട്ട് കോ പാസഞ്ചറാണ്. ചേട്ടൻ്റെ പേര് പറ. എൻ്റെ പേര് സതീഷ് എന്നാണ്. ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ ഫാമിലീസൊക്കെ അതിനകത്തുണ്ട്. വട്ടപ്പാറയിൽ നിന്ന് കയറിയാണ്. ചേട്ടൻ എവിടെയാണ്? ഛത്തീസ്ഗഡിൽ എവിടെയാണ്? ബിസ്രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബിസ്രാംപൂർ എന്ന് പറയുന്നത് നമ്മൾ വട്ടപ്പാറന്ന് ഒരു 200 കിലോമീറ്റർ പോകാൻ ഉള്ളിലോട്ടാണല്ലേ? അതെ അതെ, 200 കിലോമീറ്റർ മേളിൽ വരും. അവിടെ എന്താണ് പറഞ്ഞത്? അവിടെ നമ്മളൊരു ഹോട്ടൽ നടത്തുകയാണ്, കേരള ഹോട്ടൽ എന്ന് പറയും. കേരള ഹോട്ടൽ. അവിടെ എന്തൊക്കെയുണ്ട് ചേട്ടാ? കേരള ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, നമ്മുടെ പൊറോട്ട കിട്ടും,
ചേട്ടൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടും അല്ലേ? ഒരുപാട് മലയാളീസ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ സിറ്റി അല്ല കേട്ടോ. ബിലിസ്പോറോ റായ്പൂർ പോലത്തെ സിറ്റി അല്ല, ഉള്ളിലോട്ടാണ്. ഈ ഛത്തീസ്ഗഡ് പോലത്തെ ഒരു ഉൾഗ്രാമത്തിലാണ് ഈ ചേട്ടൻ താമസിക്കുന്നത്. മലയാളികൾക്ക് എത്താത്ത സ്ഥലമുണ്ട് അല്ലേ? പിന്നെ ചേട്ടൻ ഉണ്ടോ നമ്മുടെ കോ പാസഞ്ചറായിട്ട് ഞങ്ങൾ വട്ടപ്പാറ കയറി മുതൽ ഇപ്പൊ ഈറോഡ് വരെ ഭയങ്കര കമ്പനിയാണ്. ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ആരും ഇറങ്ങും അല്ലേ? ചേട്ടൻ പത്തനംതിട്ടക്കാരാണ് കേട്ടോ. സമയം ഇപ്പം 3:05. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടക്ക് തന്നെ ഈ ഒരു ഗുഡ്സ് വണ്ടി നിർത്തിയുകൊണ്ട് നമുക്ക് സ്റ്റേഷനൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ എല്ലാ പ്ലാറ്റ്ഫോം ഉള്ളത്. തിരുപ്പൂരിൽ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. നമ്മൾ നേരത്തെ സേലത്ത് നിന്ന് വാങ്ങിച്ച ബിരിയാണി ഇല്ലേ, അതിന് 20 എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇതൊരു 1.5 20 തന്നെയാണ്. പിന്നെ കുഴപ്പമില്ല, കഴിച്ചു പോയില്ല, പറഞ്ഞതിനും കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിൽ പാൻട്രി കുറച്ചൊന്നുമില്ല. പക്ഷേ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഓരോരോ കോൺട്രാക്ടർ ഇങ്ങനെ ഏറ്റെടുത്ത് നടക്കുമല്ലോ, അതുപോലെയാണ്. ഇപ്പം നമ്മൾ ബിലാസ്പൂരിൽ നിന്ന് കയറിയപ്പം അത് അവർ കുറച്ച് ടീംസ് നാഗ്പൂർ വരെ ഉണ്ടായത്. നാഗ്പൂരിൽ നിന്ന് പിന്നെ രാത്രി വാറങ്കൽ വരെ വേറെ ടീം കയറി. പിന്നെ ഇന്നിപ്പോൾ തമിഴ്നാട്ടിലത്തെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ചായ സമോസ അത് അവർ എവിടം വരെ വെക്കുന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഫുഡ് കിട്ടും, ഓൺ ബോർഡ് കാറ്ററിംഗ്. അല്ലാതെ വേറെ ഫുഡൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഛത്തീസ്ഗഡ് വഴി വരുമ്പം റെയിൽവേ സ്റ്റേഷനിൽ വരെ കിട്ടാനൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യ കയറിയപ്പോൾ ഫുഡ് കിട്ടും. കൊച്ചുവേളി ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ്. കോയമ്പത്തൂർ മേട്ടുപ്പാളയം. തമിഴ്നാട്ടിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ കോയമ്പത്തൂരിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. സമയം 3:51. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയി. മംഗളൂരു ചെന്നൈ എഗ്മോർ. അങ്ങനെ കോയമ്പത്തൂരിലെത്തി. കോയമ്പത്തൂരിൽ നമ്മുടെ ട്രെയിൻ 3 മിനിറ്റാണ് സ്റ്റോപ്പ്. പിന്നെ അടുത്ത സ്റ്റോപ്പുള്ളത് കേരളത്തിലെ പാലക്കാടാണ്. ഈ ഒരു ട്രെയിനിൽ തന്നെ നമ്മുടെ രപ്തിസാഗർ, ധൻബാദ് എക്സ്പ്രസ് അതിനെപ്പോലുള്ള ഓവർ റഷ് ഒന്നുമില്ല. സ്ലീപ്പറിൽ നോർമൽ തിരക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ഈ ഒരു ചുമൽ തന്നെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. കണ്ടതാ, അടിപൊളി. ഇനിയിപ്പോൾ അടുത്തതാണ് ഇനി നമുക്ക് കാണാനുള്ള കിടില റൂട്ടുള്ളത്, നമ്മുടെ വാളയാർ റൂട്ട്. നല്ല ഇപ്പോൾ പച്ചപ്പാണല്ലോ, ഇപ്പോൾ ഓൾറെഡി മഴക്കാലമാണ്, അതുകൊണ്ട് നല്ല വ്യൂ ആയിരിക്കും. കേരളത്തിലേക്ക് കയറുമ്പോൾ മഴ കിട്ടുന്ന ഒരു പ്രതീക്ഷിക്കാം. നോക്കാം. 3:58 കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇതാ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടെ പുതിയൊരു ഫുഡ് എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ടല്ലോ. അപ്പം അത് ഒരു ഇതാക്കിയല്ലേ. പണ്ട് ഇവിടെ ഒരു കോച്ച് ഉണ്ടായിരുന്നു, അതിപ്പോൾ അവർ റെസ്റ്റോറൻ്റ് ആക്കി എടുത്തു. നല്ലൊരു പരിപാടിയത്. പഴയ പൊളിക്കാൻ വെക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കോച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും.
ട്രെയിൻ ഇപ്പം മധുക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് അവിടെ ഒരു മലയുണ്ട്. ആ മലേൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. നടന്നു പോകാൻ വേണ്ടിയിട്ട് വേറെ വഴിയുമുണ്ട്. ആ ഒരു ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. ഏറ്റവും മുകളിലാണ് ആ ഒരു അമ്പലം ഉള്ളത്. ഗഡ് ബിഗിങ്സ്. ഇനി ഇവിടെ മുതലാണ് നല്ല കിടുക്ക റൂട്ട്. അങ്ങ് അവിടെ ഒരു വണ്ടി വെയിറ്റിംഗിലാണ്. നല്ലൊരു വ്യൂ അല്ലേ? ഇവിടെ ഒന്നും മഴയേയില്ല, നല്ല വെയില. ഈ ഒരു ട്രെയിനിന് നെയിം ബോർഡില്ല. ഇത് ഏത് ട്രെയിനാണെന്ന് മനസ്സിലാക്കിയില്ല. ഇനി വരുന്നൊരു മലനിരകളില്ലേ, ആ മലനിരേൻ്റെ അപ്പുറത്ത് മുഴുവനും മഴക്കാറുകളാണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് കേരളം ഉള്ളത്. അതായത് ഈ ഒരു ഭാഗത്തേക്കെല്ലാം നല്ല വെയിലാണ്. ഇനി നിങ്ങൾ കാലാവസ്ഥ മുഴുവനായിട്ട് മാറുന്നത് നോക്കിക്കോ. ഇവിടെയൊക്കെ നല്ല മഴക്കാറാണ്. ആ ഭാഗമാണ് കേരളം. ആ മലേൻ്റെ മുകൾ ഭാഗം കാണുന്നില്ലല്ലോ, മുഴുവനും മേഘങ്ങളാണ്. എട്ടിമടി റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ അവസാന റെയിൽവേ സ്റ്റേഷനാണിത്. അടുത്തത് വാളയാറാണ്, കേരളം. എട്ടിമടി റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ കാണുന്നൊരു ബ്യൂട്ടി, അയ്യോ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഈ ഒരു ഭാഗത്തുമ്പോൾ ട്രെയിനുകൾ ഇപ്പം നല്ല സ്ലോ ആയിട്ടാണ് പോവുക. കാരണം ഇത് ഫോറസ്റ്റാണ്. ആനയൊക്കെ ഇറങ്ങുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എൻ്റർ ചെയ്യും. ഒരു ചെറിയൊരു ബോർഡ് കാണും നമുക്ക്, വെൽക്കം ടു കേരള എന്നുള്ള. ഇവിടെ മുഴുവനും വാഴക്കൃഷിയും തെങ്ങ് കൃഷിയുമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നേരത്തെ കണ്ട ആ ഒരു കാലാവസ്ഥയേ അല്ലാന്ന്. മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തിരികെയാണ്. തമിഴ്നാടിനോട് വിടാം. റെയിൽവേ ട്രാക്കിനോട് സമാന്തരമായിട്ട് തന്നെയാണ് ഹൈവേ പോകുന്നത്. സമയം 4:58. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജംഗ്ഷൻ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. പാലക്കാട് നമ്മുടെ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കേരളത്തിലേക്ക് തിരികെയാണ്. കേരളത്തിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്കും തിരിച്ച് അവിടുന്ന് കേരളത്തിലേക്ക് വരാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ബിലാസ്പൂർ എറണാകുളം സൂപ്പർ ഫാസ്റ്റ്. ഈ ട്രെയിനെ കൂടാതെ തന്നെ ഛത്തീസ്ഗഡിലേക്ക് പോകാനും തിരിച്ചു വരാനും മറ്റ് 2 വണ്ടികൾ കൂടിയുണ്ട്. തിരുനെൽവേലി, ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ്. അത് ഇതിൻ്റെ സെയിം ടൈമിൽ തന്നെ ഓടുന്നൊരു വണ്ടിയാണ്. പിന്നെ എന്ന് വെച്ചാൽ കൊച്ചുവേളി, തിരുവനന്തപുരം കൊച്ചുവേളി കോർബയിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഇവിടെ നിന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ട്. ഇതാ ഇവിടെ നടക്കുന്നതാ, എല്ലാ കൊച്ചിയിലേക്കും നടക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് ഞങ്ങൾ 2 ഉഴുന്നുവടയും അതുപോലെ തന്നെ ഒരു പഴംപൊരി വാങ്ങിച്ചിരിക്കുകയാണ്. പഴംപൊരി നവീനാണ്. എനിക്ക് ഇതിൻ്റെ കൂടെയുള്ള ഒരു ചട്നിയൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കാര്യമുണ്ട്, ഈ ഒരു സീറ്റൊക്കെ കണ്ടതോ, ഇതൊന്ന് കയറിയ പഴി, ഇതൊക്കെ ഒന്ന് മാറ്റിയായി. ഇനി ഇതിൻ്റെ മേലെ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആക്കി കൂടിയല്ലേ നമ്മുടെ ഈ കോച്ചില്ലേ S1-ന്റെ പല ഇത് കണ്ടോ, ഇതൊക്കെ നോക്കിയേ. ഇതിപ്പോൾ ഇവിടെ വേറൊരു പാസഞ്ചർ ഇരുന്ന് പോയതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ ബർത്ത് ഇവിടെ ഒന്നല്ല, കാരണം ഇത് വണ്ടി മൊത്തത്തിൽ കാലിയായി. വണ്ടി മൊത്തം കാലിയായി. പിന്നെ ആരുമില്ല. നേരത്തെ കാണിച്ച് നമ്മുടെ ചേട്ടൻ, ആ ഫാമിലി അല്ലാതെ പിന്നെ കുറച്ച് 1-2 പാസഞ്ചേഴ്സിനാണ് എല്ലാം ബാക്കി അതും കാലിയായി.
ഈ കാണുന്ന ട്രാക്കിൽ ഇത് നേരെ ഷൊർണൂരേക്ക് പോകുന്നതാണ്. ഷൊർണൂർ, തിരൂര്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം അങ്ങനെ അങ്ങ് പോകും. നമ്മൾ നേരെ തൃശ്ശൂർ, എറണാകുളം ലൈൻ. ഭാരതപ്പുഴ ഇപ്പം എത്തും. ഇത് ഷൊർണൂരിൽ നിന്ന് വരുന്ന വഴി. ഭാരതപ്പുഴ. കന്യാകുമാരി, പൂനെ, ജയന്തി ജനത. നല്ല ടൈമിംഗ് അല്ലേ? വാട്ട് എ ബ്യൂട്ടി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെത്തിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ദേ ഇവിടുന്ന് വണ്ടി എടുത്തു. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇനി അടുത്തത് ആലുവയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായ എറണാകുളം ജംഗ്ഷൻ. തൃശ്ശൂർ പേരൂരിനോടും വിട. നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതായത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഒരു രാത്രി കാഴ്ചയാണ്. ഫ്ലൈറ്റ് വല്ലത് റൺവേയിലുണ്ടോ നമുക്ക് നോക്കാം. ഇതൊരു ലൈറ്റിംഗ് അല്ലേ? അവിടെ ഒരു ഫ്ലൈറ്റ് പോലും ഇല്ല. ഇവിടെയാണ് റൺവേ വരുന്നത്. ഈ ഒരു സമയത്ത് ഒരു ടേക്ക് ഓഫ് ലാൻഡിങ് ആയിട്ട് വേണമായിരുന്നു. ഇതാണ് റൺവേ. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. സമയം ഇപ്പോൾ 7:21 നമ്മളിപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ അങ്ങ് മുതലേ ഉണ്ടായ സതീഷ് ഏട്ടനൊക്കെ ഇതാ ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ പോവല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ കാണാം കേട്ടാ. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ബെർത്തുള്ളത് ഇതാ ഇവിടെയാണ്. ഇവിടെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടാണ് പോയത്, കാരണം നമ്മളിവിടെ ഉണ്ടായില്ലല്ലോ. ഈ ഒരു കോച്ചിൻ്റെ കാര്യം പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയൊക്കെ ഉണ്ടല്ലോ നവി. പിന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഈ ട്രെയിനിന് മുന്നിൽ മാത്രമേ 3 ജനറലുള്ളൂ. അതായത് നമ്മുടെ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം പിറകിൽ വന്നിരിക്കുന്നത് പെട്ടെന്ന് അത് ജനറൽ എവിടെയാണെന്ന് അറിയാതെ മുന്നോട്ട് എല്ലാവരും ഓടും. കുറേ ആൾ അകത്തെ കൂടി പോകുന്നുണ്ട്. 1-ാമത്തെ പാർട്ടിൽ ഇവിടുത്തെ വൃത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഈ ഒരു രാത്രി മാത്രമല്ല ഈ ഒരു ട്രെയിൻ ഓടുന്നുള്ളൂ. പിന്നെ മാത്രമല്ല, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഈ ഒരു ട്രെയിൻ വൃത്തികേടാക്കുന്നത്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നിന്നും 2142 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 8:15 ട്രെയിൻ എത്തേണ്ടത്. 7:53 ആകുമ്പോഴേ എത്തി. ബിഫോർ ടൈം, നേരത്തെ എത്തി.
എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 4-ലാണ് നമ്മുടെ വണ്ടി വന്നത്. ഇവിടെ എറണാകുളം എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുപിട്ടിരിക്കുകയാണ്. ബ്രോന്റെ പേര് പറഞ്ഞോ? എന്റെ പേര് അർജുൻ. എവിടെയാ? ഇവിടെ നാട് എവിടെയാ? എറണാകുളം തന്നെ, പാലാരിവട്ടം. അറിയുന്നവർക്കറിയാം. പലതവണ കാണണമെന്നൊക്കെ വിചാരിച്ചു, നടന്നില്ല. ട്രെയിൻ എത്തുന്നതിന് മുന്നേ ഉച്ചയ്ക്ക് തന്നെ മെസ്സേജ് അയച്ചു. ഞങ്ങളായിട്ട് ഇങ്ങനെ കോൺടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കണ്ടതിൽ ഏതായാലും സന്തോഷമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ കാര്യം പറയണം, ഇത് നാളെ തന്നെ 8:30 തിരിച്ച് ബിലാസ്പൂർ പോകും. മറ്റന്നാൾ ബിലാസ്പൂരത്തും. എന്താ പറയാ, ട്രെയിൻ യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇഷ്ടം പോലെ. അങ്ങനെ ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് കേരളത്തിൽ എത്തിയ സ്ഥിതിക്ക് ഈ ഒരു വീഡിയോ എറണാകുളത്ത് വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ നല്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ഛത്തീസ്ഗഡിലേക്ക് പോകാനും തിരിച്ചും അങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി വണ്ടി തന്നെയാണ്. നല്ല സ്പീഡ്, വേഗത്തിലെത്തി. ചില സമയങ്ങളിൽ ഇത് ലേറ്റ് ആവാറൊക്കെയുണ്ട്, പക്ഷെ നമുക്കെന്തോ ഇന്ന് പണിയൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മുടെ കോ പാസഞ്ചർ ആ ചേട്ടൻ കണ്ടല്ലോ, അടിപൊളി യാത്രയായിരുന്നു. ഇവിടെ നിന്ന് എന്താ പറയുക, റായ്പൂരിൽ നിന്ന് കയറിയ സമയം മുതൽ ഇവിടെ ആലുവ ഇറങ്ങുന്നവരെ നമ്മൾ ഹാപ്പി ആയിരുന്നു. അപ്പം ആ ചേട്ടന്റെ നാട്ടിലേക്ക് ഞങ്ങൾ എന്തായാലും ഒരു വട്ടം പോകുന്നുണ്ട്. പിന്നെ ചേട്ടൻ ഞങ്ങൾക്ക് ചക്ക ഉപ്പേരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വീഡിയോക്ക് കാണിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഇനി അടുത്ത വീഡിയോ വരുന്നത് ഞങ്ങൾ ഇവിടെ നേരെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഞങ്ങൾ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പുറപ്പെടുന്ന ട്രെയിൻ. അത് ഇവിടെ നല്ല എറണാകുളം ടൗണിൽ നിന്നാണ്. രാത്രി 1 മണിക്കല്ലേ. അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.